മുത്തല്ലിമീങ്ങളെ, സുഹൃത്തുക്കളെ, ചങ്ങായിമാരെ, കുട്ടികളെ, ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാട്ടോ. നല്ലത് കേടെന്നാലാണ് ഏറ്റവും മോശമാകുക. നാട്ടിൽ കല്യാണമുള്ള അന്ന് പള്ളിൻ്റെ ബാത്റൂമിൽ പോയാൽ ഒരു പ്രത്യേക വാസന ഇക്കാരം ബിരിയാണി കേടെന്ന്. നല്ലത് കേടെന്നാ പറ്റ മോശമായി. നമ്മളേതായാലും ഇതിന് ഇറങ്ങിയവരാണ്, മുഴുവനാക്കിയില്ലെങ്കിൽ കുരുത്തക്കേട് കെട്ടും. അതുകൊണ്ട് ഇനി എന്തായാലും വഖൂമെത്തിയേ പറ്റുള്ളൂ. ഇടക്കാലത്ത് വെച്ച് മുടങ്ങിപ്പോകരുതേ. ഈ പത്രത്തിൽ കഞ്ചാവ് കേസ്, പെണ്ണ് പിടിച്ച കേസ്, തട്ടിക്കൊണ്ടുപോയ കേസ്, അവിടെ അങ്ങനെ ഇവിടെ എങ്ങനെ, വാണിഭം, മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞതിൽ ബർക്കത്തിന് 1-2 മുസ്ലിം പേരുണ്ടാവുമല്ലോ പേപ്പറിൽ വരുന്നതിൽ. അതിൻ്റെ ഒക്കെ ഹിസ്റ്ററി പരിശോധിച്ച് നോക്കി. യത്തീംഖാനെന്ന് ചാടിപ്പോയത്, ദർസെന്ന് ചാടിപ്പോയത്, രണ്ടിലൊന്നേക്കാരം. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ഹാഫിസ് മുഹമ്മദിൻ്റെ പഠനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഹാഫിസ് മുഹമ്മദ് എന്ന് പറഞ്ഞത് സൈക്കോളജിസ്റ്റാണ്. വലിയ യോജിപ്പൊന്നും നമുക്ക് മൂപ്പരോടില്ല. പക്ഷെ അയാളുടെ പഠനത്തിൽ ഇങ്ങനെ ഉണ്ട്. എന്ത്? ഈ കച്ചറ കാണുന്ന എല്ലാ അസ്മാഉൽ ഹുസ്നയിൽ വരുന്ന പേരും എടുത്ത് പരിശോധിച്ചാൽ ഒന്നുകിൽ ദർസെന്ന് ചാടിയത് അല്ലെങ്കിൽ യത്തീംഖാനെന്ന് ചാടിയതായിരിക്കും എന്നുള്ളതാണ്. നല്ല കേടെന്നാ പറ്റ മോശമായി. ആദ്യം തന്നെ വന്നിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകുന്നില്ല. വന്നതിനാലും ഇനി ഒരിക്കലും പിന്നാക്കം പോകാൻ പറ്റില്ല, മുഴുവനാക്കണം. ഒരു വഖൂമെത്തിയിട്ടേ നിർത്താൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു വഖൂമെത്തിയിട്ടേ നിർത്താവൂ, അല്ലാത്തവൻ കുടുങ്ങും. അതുകൊണ്ട് ഇനി ഒരിക്കലും പിന്നാക്കം പോകരുത്, പൂർത്തിയാക്കണം. വന്നിലേതായാലും ഇനി ഏതായാലും മുഴുവനാക്കണം. അപ്പോൾ ഒന്നാമത്തേത്, ഗുരുവിനെ നിസ്സാരമാക്കിയാൽ പഠിച്ചത് മറക്കും. ഇൽമിൻ്റെ മറവി എന്നാൽ പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കലല്ല, പഠിച്ചത് ഉപകാരമില്ലാതെ പോകലാക്കുന്നു. ഒരു തലാഖിന്റെ കേസ് വന്നു, ഓൻ തീരുമാനം പറഞ്ഞത് തെറ്റി. എന്തേ കാര്യം? ഉസ്താദിന്റെ നേരെ പല്ലുകാട്ടി, ശരിയാട്ടി കൊടുത്തിട്ടുണ്ട് ഉസ്താദിനെ. ഓൻ തലാഖിന്റെ മസല പറഞ്ഞാൽ തെറ്റും. ഒരു ഫസ്ഖിന്റെ മസല വന്നു, ഓൻ അറിയാത്തതല്ല പറഞ്ഞാൽ തെറ്റും. എന്തേ കാരണം? ഉസ്താദിനെ കൊഞ്ഞനം കാട്ടിയിട്ടുണ്ട്. എങ്ങനെ തെറ്റാതിരിക്കുക? പഠിച്ചത് ഉപകാരമില്ലാതെ പോകും. പരീക്ഷയ്ക്ക് എഴുതിയ ഓൻ ഫസ്റ്റ് ഉണ്ടാവും. പരീക്ഷയ്ക്ക് ജയിക്കാതിരിക്കലല്ല ഇൽമിന്റെ മറവി, ഉപകാരമില്ലാതെ പോകലാണ്. രണ്ടാമത്തേത് ഫൗത്തുർ റിസ്ഖ്, ഒജീനം മുട്ടും, അന്നം മുടങ്ങും, ജീവിക്കാൻ വകല്ലാതാവും. സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയാൽ കാര്യമില്ല, ജ്വല്ലറി തുടങ്ങിയിട്ട് കാര്യമില്ല, ചായ കച്ചവടം തുടങ്ങിയിട്ടും കാര്യമില്ല, പെട്ടിക്കട തുടങ്ങിയിട്ടും കാര്യമില്ല, തുണിക്കച്ചവടം തുടങ്ങിയിട്ടും കാര്യമില്ല, സെന്റും കച്ചവടം ചെയ്തിട്ടും കാര്യമില്ല. നഷ്ടത്തോട് നഷ്ടം വരികയാണെങ്കിൽ ഉടനെ ആലോചിക്കണം, ഏത് മാഷയാണ് മഷി കുടഞ്ഞിട്ടുള്ളത്. ആലോചിക്ക, ഏത് മാഷ, ഏത് ടീച്ചറെ മഷി കുടഞ്ഞത്. പള്ളികദുസ്ഥാനെ മാത്രമല്ല ഇനി പറഞ്ഞത്, ഏത് ഗുരുവിനെ നിസ്സാരാക്കിയാലും അതന്നെ സംഭവിക്കുക. ഏത് ടീച്ചറെ മഷി കുടഞ്ഞതെന്ന് ഉടനെ പരിശോധിക്കണം. ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോയി പൊരുത്തപ്പെടിക്കണം. ജീവിച്ചിരിക്കുകയാണെങ്കിൽ പോയി പൊരുത്തപ്പെടിക്കണം. മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുസ്ലിമായ ആളാണെങ്കിൽ ഖബർ തിരഞ്ഞെടുത്തിട്ട് പോയി ഫാത്തിഹ ചെയ്ത് വരക്കണം, പൊരുത്തപ്പെടാൻ വേണ്ടി പറയണം. മൂന്നാമത്തേത് സൂഉൽ ഖാത്തിമ, ഗുരുവിനെ നിസ്സാരമാക്കിയവന് അന്ത്യം ചീത്തയായി മരണപ്പെടുന്നതാണ്. എന്താ അന്ത്യം ചീത്തയായി മരിക്കാറിനാല്? അന്ത്യം നന്നാകുക എന്ന് പറഞ്ഞാൽ എന്താന്ന് തിരിഞ്ഞാലേ അന്ത്യം ചീത്തയാകുക എന്ന് പറഞ്ഞാൽ എന്താന്ന് തിരിയുള്ളൂ. അന്ത്യം നന്നാവുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓ മരിച്ചത് എങ്ങനെയെന്ന് 4 ആളോട് പറയാൻ പറ്റണ കോലത്തിലാവലാണ് അന്ത്യം നന്നാവല്. എങ്ങനെ മൂപ്പര് മരിച്ചതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ജമിയത്തുൽ മുഅല്ലിമീന്റെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റേജിലേക്ക് ഇങ്ങനെ കയറി വന്നെങ്ങാണ്ട് എല്ലാരെയും കണ്ട് അസ്സലാമു അലൈക്കും ദ്വാരക്കണട്ടോ എന്ന് പറഞ്ഞുങ്ങാണ്ട് ആംബുലൻസിൽ കയറിയിട്ട് തൊള്ളയിലുണ്ടായിരുന്ന വെപ്പ് വല്ലെടുത്തുങ്ങാണ്ട് മരുവന്റെ അടുത്ത് കൊടുത്തിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുങ്ങാണ്ട് മരിച്ചൂന്ന് ആരെ മുമ്പിലും പറയാ. കെ.ടി. മാനു മുസ്ലിയാർ, അള്ളാഹു അവരുടെ കൂടെ നമ്മൾ സ്വർഗത്തിലാക്കി തരട്ടെ. ആരോടത് പറയാൻ പറ്റാത്തത്? എങ്ങനെ മരിച്ചതെന്ന്? ചാപ്പനങ്ങാടി വാപ്പോലേരെ ദിക്ർ ഹൽക്ക ജീവിതകാലം മുഴുവൻ കൊണ്ടുനടന്നിട്ട് ദണ്ണത്തിൽ കിടക്കാണ്. മക്കളെ, പേരക്കുട്ടികളെ, മരുക്കളെ വിളിച്ച് വട്ടത്തിലിരുത്തിയിട്ട് ചാപ്പനങ്ങാടിയുടെ ദിക്റാണ്ട് ചൊല്ലി 1000 ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാദൽ ജലാലി വല്ലിക്റാമുണ്ട്, സ്വലാത്തുണ്ട്, യാ ഹയ്യു യാ ഖയ്യൂമുണ്ട്. ദിക്റാണ്ട് ചൊല്ലി, ദിക്ർ ചൊല്ലിക്കഴിഞ്ഞിട്ട് ദ്വാരക്കാൻ വേണ്ടി യാസീനാണ്ട് ഓതിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുങ്ങാണ്ട് മൗത്തായി. ആരോടാ പറയാൻ പറ്റാത്തത്? ഇതാണ് നല്ല മരണം എന്ന് പറഞ്ഞാല്. എങ്ങനെ മരിച്ചതെന്ന് ചോദിച്ചാല് അതാണ് നല്ല ചൊർക്കിലാണ് പറയാൻ പറ്റും. അതാണ് നല്ല മരണം.
ഫാത്തിമ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്നു. പള്ളിയിൽ നിന്ന് സുബ്ഹി ബാങ്കിന്റെ ശബ്ദം കേൾക്കുന്നു. അവസാനത്തെ വാക്കായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുമ്പോ അതിന് ജവാബായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതോടൊപ്പം കയ്യിലുണ്ടായിരുന്ന തസ്ബീഹ് മാല താഴേക്ക് വീഴുകയും ഈ ലോകത്തോട് യാത്ര പറയുകയും ചെയ്യുന്നു. ശംസുൽ ഉലമ. അള്ളാഹു അവരെ കൂടെ നമ്മളെ ദർജ, അള്ളാഹു അവരെ കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരട്ടെ. ഏതാണ് നല്ല മരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ മരിച്ചതെന്ന് ചോദിച്ചാൽ 4 ആളോട് പറയാൻ മാത്രം ഉണ്ടാവും. എന്തോ ഒരു മരണമായിരുന്നു എന്നറിയോ? പാടത്ത് പണിയെടുക്കണേൻ്റെ ഇടയിൽ പെട്ടെന്ന് കയറി വന്നു. വീട്ടുകാരിയോട് കുടിക്കാരത്തിയോട് ചോദിച്ചു, മറിയമോ ചൂടുള്ള കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പിട്ട കഞ്ഞിൻ്റെ വെള്ളമാണ് കൊടുത്തപ്പോൾ അതാണ്ട് കുടിച്ചിങ്ങാണ്ട് കട്ടിലും അങ്ങനെയാണ് കയ്യും കാലും തേച്ചെങ്ങാണ്ട് പോയിട്ടാണ് കടന്ന് പടിഞ്ഞാട്ട് തിരിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്ക ചെല്ലിയാണ്ട് മൗത്തായിന്ന് മനുഷ്യന്മാരോട് പറയുമ്പോൾ എന്തൊരു ചൊറുക്കുണ്ട്. അതാണ് നല്ല മരണം എന്ന് പറഞ്ഞാല്. അത് ഗുരുവിനെ ആദരിച്ചവനുണ്ടാവും, ഗുരുവിനെ നിസാരമാക്കിയവന് ചീത്ത മരണം ഉണ്ടാവും. എന്താ ചീത്ത മരണം എന്ന് പറഞ്ഞാല്? ചീത്ത മരണം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മൂപ്പർക്ക് കൊണക്കെട് എന്ന് ചോദിച്ചു. ആ ഒന്നിപ്പോ പറയണ്ടായിരുന്നു. എങ്ങനെ മൂപ്പര് മരിച്ചത് എന്ന് ചോദിച്ചു. അതൊന്നിപ്പോ ജിന്നോട് ചോദിക്കണ്ടായിരുന്നു. മരിച്ചുപോയില്ലേ, നമ്മളെന്തിനാ അപ്പൊ അതൊക്കെ പറയണത് എന്ന് പറഞ്ഞ ആൾക്കാർ ഒഴിഞ്ഞു. എങ്ങനെ മൂപ്പര് മരിച്ചതെന്ന് പറയണില്ല. എന്നാ അതിന്റെ അർത്ഥം എന്താണ്? ചീത്ത മരണം. നല്ല മരണം ഗുരുവിനെ ആദരിച്ചവനുള്ളതാണ്. നല്ല മരണം ഗുരുവിനെ ആദരിച്ചുള്ളതാണ്. ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് തഅ്ളീമു മാ അള്ളമല്ലാഹ്. അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു നിസ്സാരമാക്കിയതിനെ നിസ്സാരാക്കുക. പള്ളിയിൽ കയറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, പള്ളിയിൽ കയറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ പള്ളിയിൽ കയറിയിട്ട് നജീസാക്കിയാൽ മുർത്തദ്ദാവും. മുസാബ് എടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, മുസാബ് എടുത്തങ്ങാണ്ട് മ്ലേച്ഛമാക്കിയാൽ അവൻ മുർത്തദ്ദാകും. തന്നെ അദബിന് വലിയ പ്രാധാന്യമുള്ള ശരീഅത്താണിത്. അതുകൊണ്ട് ഗുരുവിനെ ആദരിക്കണം. ഗുരുവിനെ ആദരിക്കുന്നതിൻ്റെ ഭാഗമാണ് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളെയും ആദരിക്കണം. ബഹുമാനമില്ലാത്ത ആൾക്ക് ഒരു ഉപകാരം കിട്ടൂല എന്നാ. മുഅ്മിനീങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, ചങ്ങായിമാരെ ഇങ്ങോട്ട് നോക്കി, മനുഷ്യന്മാരെ ഇങ്ങോട്ട് നോക്കി. നിങ്ങളെ വണ്ടി പോയിക്കോട്ടെ എന്ന്. വണ്ടി ഇപ്പം ഇവിടെ ആകെ ഒരു അത്ഭുത ജീവി മാത്രമേ ഉള്ളൂ, അത് ഞാനാകുന്നു. വേറെ അത്ഭുത ജീവികളൊന്നും, ബാക്കി നിങ്ങളെപ്പോഴും കാണുന്ന ആൾക്കാരാണ്. ഇവിടെ ആകെ ഒരു അത്ഭുത ജീവി മാത്രമേ ഇന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ, അത് ഞാനാണ്. അതുകൊണ്ട് എല്ലാവരും ഇന്നെ നോക്കിയാൽ മതി. വേറെ ലോക്ക് എൻ്റെ വേറെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഉൾക്കാശം നോക്കിക്കോളൂ, അതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ട് നോക്കണം. ഈ ഉമ്മത്തിൽ ആദരവിന് വലിയ പ്രാധാന്യമുണ്ട്. ഇൽമ് ബഹുമാനിക്കുന്നവർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇനി ഇൽമ് എന്ന് മാത്രമല്ല, ഏത് സാധനങ്ങളും അങ്ങനെയാണ്, ബഹുമാനിക്കണതിന് മാത്രമേ കിട്ടുക. ഞാനിങ്ങനെ പല സ്ഥലത്തും പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ ഒരിക്കൽ ഈ ചങ്ങരംകുളത്തിൻ്റെ അടുത്ത് പെരുമുക്ക് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്നു. ചങ്ങരംകുളത്തുനിന്ന് പിന്നെ ഉള്ളോട്ട് പോയിട്ടുള്ള ഒരു സ്ഥലമാണ് പെരുമുക്ക് പറഞ്ഞത്. അവിടെ ഒരു പഴയ മൊല്ലാക്കുണ്ട്, മുഹമ്മദ് മൊല്ലാക്ക എന്ന പേര്. പേര് മൊല്ലാക്കാന്നായതുകൊണ്ട് ആള് മോശമാണെന്ന് വിചാരിക്കണ്ട. കക്കിടിപ്പുറ പോക്കുരോലിയരൊപ്പം ജോലി ചെയ്ത ആളാണ് മുഹമ്മദ് മൊല്ലാക്ക. അപ്പം ഈ പിന്നെ അവിടെ ഇങ്ങനെ ഈ റമദാൻ മാസം ആയാൽ ആൾക്കാർ ചായക്കായി തരും, ചായ കുടിച്ചാൻ കായ് തരും, തോനെ കൊടുന്നു തരും. അപ്പോൾ അതിങ്ങനെ കട്ടിലുമ്മ വെക്കലാണ് സാധാരണ പതിവ്. പിന്നെ ആവശ്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കും. അങ്ങനെയാണ് കട്ടിലുമ്മ ഇങ്ങനെ തലക്കിൻ്റെ ചോട്ടോ അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലൊക്കെ ഇങ്ങനെ വെക്കും. അപ്പോൾ ഒരിക്കൽ മൊല്ലാക്കൻ്റെ റൂമുക്ക് വന്നു. മൊല്ലാക്ക റൂമുക്ക് വന്നപ്പോൾ ഈ പൈസ ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ കൂടി വെച്ചത് കണ്ടപ്പോൾ മൊല്ലാക്ക എന്നോട് പറഞ്ഞു, ഉസ്താദേ, ബഹുമാനിക്കാത്ത ഒരു സാധനം ജീവിതത്തിൽ ഉപകാരം ചെയ്യൂല. ഇതിങ്ങനെ അലക്ഷ്യമായി ഇടരുത്, അത് അതിനെ ഇൻസൾട്ട് ചെയ്യലാണ്. നിങ്ങൾ അതിനെ ബഹുമാനത്തോടുകൂടെ എടുത്തു വെക്കണം. ബഹുമാനിക്കാത്ത ഒരു സാധനവും ജീവിതത്തിൽ ഉപകാരം ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയൊരു സംഭവമായിരുന്നു അത്. ഇമാം ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, പേന താഴെ വീണാൽ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊണ്ടെടുക്കണം, ഒരിക്കലും പേന കാലുകൊണ്ടെടുക്കരുത്. കാരണം
ഇൽമിന്റെ ഒന്നാമത്തെ വഴിയായി ഖുർആൻ പരിചയപ്പെടുത്തിയത് പേനയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം. ഇമാം ഷാറാനി പറഞ്ഞു, കിതാബിനെ ബഹുമാനിക്കണം. മന്നാല് തലക്ക് വെച്ച് ഉറങ്ങരുതേ, മുഞ്ചിത് തലക്ക് വെച്ച് ഉറങ്ങരുതേ എന്നർത്ഥം. ചിരിച്ചവർക്കൊക്കെ മനസ്സിലായി എന്ന് മനസ്സിലാകുന്നുണ്ട്. ചിരിച്ചവർക്ക് വേഗം മനസ്സിലാവും. അത് നമ്മളൊക്കെ ദർസ് പഠിച്ച ആൾക്കാരാണ്. മന്നാല് തലക്ക് വെക്കരുത്, അതിലുള്ളതുകൊണ്ട് വേറെ ഉണ്ടാവില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. തലക്കൊക്കെ ഉള്ള സാധനം വേറെ തന്നെ അല്ലേ, ഒന്നുമില്ല ഇഷ്ടിക എടുത്ത് വെച്ചാളി, അത് തലക്ക് വെക്കാനുള്ളതല്ല. ബഹുമാനിക്കാത്തൊരു സാധനം ജീവിതത്തിൽ ഉപകാരം ചെയ്യൂല. പള്ളിയെ ബഹുമാനല്ലെങ്കിൽ പള്ളി കൊണ്ട് ഓനെ അതൊരു കാര്യം കിട്ടൂല. വാപ്പാനെ ബഹുമാനല്ലെങ്കിൽ വാപ്പാനെ കൊണ്ടൊരു കാര്യമില്ല. ഇമ്മാനെ ബഹുമാനമില്ലെങ്കിൽ ഇമ്മാനെ കൊണ്ടൊരു കാര്യമില്ല. വാഹനത്തോട് ബഹുമാനമില്ലെങ്കിൽ ആ വണ്ടിയോന് ഉപകാരം ചെയ്യൂല. നോട്ട് പുസ്തകത്തെ ബഹുമാനമില്ലെങ്കിൽ ആ നോട്ട് കൊണ്ടോന് കാര്യമില്ല. മൊബൈലിനെ ബഹുമാനമില്ലെങ്കിൽ ആ മൊബൈലോന് ഉപകാരം ചെയ്യൂല. ബഹുമാനിക്കാത്ത ഒരു സാധനം ജീവിതത്തിൽ ഉപകാരം ചെയ്യൂല. അതുകൊണ്ട് ആദരവ് നമ്മൾ നല്ലോണം പഠിക്കണം. അത് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. തഅ്ളീമു മാ അല്ലാഹ്. എന്തേ? സഫ എന്ന് പറഞ്ഞത് ഒരു കുന്നാണ്, മർവ എന്ന് പറഞ്ഞത് വേറൊരു മലയാണ്. എന്താ ആ രണ്ട് മലന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടണത്? പഴയ കാലഘട്ടത്തിൽ അടിമ സ്ത്രീയായിരുന്ന ഒരു സ്ത്രീ, പിന്നീട് സ്വതന്ത്രയായ ഒരു സ്ത്രീ, ഹാജറ ബീവി റളിയല്ലാഹു അൻഹ എന്ന ഒരു മഹദി, ആ രണ്ട് മലന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടിയിട്ടുണ്ട്. തഅ്ളീമു മാ അല്ലാഹ്. അല്ലാഹ് ഈ ഇതിന്റെ ഉദാഹരണം പറഞ്ഞോട് തന്നെ പറഞ്ഞത് ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് എന്നാണ്. സഫയും മർവയും അള്ളാഹുവിന്റെ ഷിആറാണ്.